വരാം. ശ്രീ രാഹുൽ ഈശ്വർ, നേരത്തെ താങ്കളോട് ചോദിച്ചത് ത്രേതായുഗത്തിൽ ശ്രീരാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തതിന് തെളിവുണ്ട് എന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. അത്തരത്തിലുള്ള തെളിവുകൾ മതിയോ കേരളത്തിൽ നിന്ന് ബി.ജെ.പിക്ക് ഒരു സീറ്റ് കിട്ടാൻ? ശ്രീരാമൻ ബി.ജെ.പിയുമായിട്ടോ കോൺഗ്രസുമായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടോ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമല്ല. ശ്രീരാമൻ ഇന്ത്യയുടെ സാംസ്കാരിക ധാരകളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പേജിൽ പോലും ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒക്കെ ഉണ്ടാകുന്നത്. രാമരാജ്യം എന്ന ആശയം മുമ്പോട്ട് വെക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ട് ശ്രീരാമൻ വോട്ടിന് വേണ്ടിയുള്ള ഒരു ടൂൾ അല്ല. ശ്രീരാമൻ നമ്മുടെ ധാർമ്മിക ബിംബമാണ്. നമ്മുടെ നാട്ടിൽ എല്ലാത്തിലും രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതുപോലെ ഇല്ല, അങ്ങനെയല്ല. ശ്രീരാമന് രാഷ്ട്രീയ മാനങ്ങൾ കാണാം. കാര്യം കൾച്ചർ എന്ന് പറയുന്നതിന് എന്നും ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ട്. അതായത് പൊതുവെ ഇടതുപക്ഷം സാമ്പത്തികവുമായ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ വലതുപക്ഷം എന്ന് വിളിക്കുന്ന റൈറ്റ് വിംഗേഴ്സ് പൊതുവെ ഐഡന്റിറ്റി, കൾച്ചർ, മതം, ഭാഷ, സംസ്കാരം അല്ലെങ്കിൽ പ്രദേശം ഇതൊക്കെ ആയിട്ടാണ് ബന്ധപ്പെടുത്തുന്നത്. ലോകത്തെല്ലായിടത്തും ഈ റൈറ്റ് വിംഗും ലെഫ്റ്റ് വിംഗും ഉണ്ട്. അതിലൊരു തെറ്റുമില്ല. എല്ലാ രാജ്യത്തിനും അത് ആവശ്യവുമാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ യഥാർത്ഥത്തിൽ കാവി ഉടുക്കാത്ത ഒരു സന്യാസിയാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായ പരിചയമുള്ളവർക്കെല്ലാം അറിയാം. അദ്ദേഹം യഥാർത്ഥത്തിൽ സന്യാസിയായ അല്ലെങ്കിൽ ജീവിതത്തിൽ അത്ര നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കൂടെ മുത്തശ്ശിയുടെ പുസ്തക റിലീസിന് ശശി തരൂർ സാറും ശ്രീ കുമ്മനം രാജശേഖരനും വന്നിരുന്നു. അത് കഴിഞ്ഞ് ശശി തരൂർ സാർ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. പലരും പറയാറുണ്ട് ഇദ്ദേഹം ഒരു സന്യാസിയാണെന്ന്. എന്ന് ഞാൻ കാണുകയും എനിക്കത് മനസ്സിലാകുകയും ചെയ്തു. അത്രയും ബഹുമാന്യനായ ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിനപ്പുറം ശ്രീ കുമ്മനം എന്നും അങ്ങനെ നിലപാടെടുക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും ആലോചിക്കണം, ശബരിമലയിൽ ആദ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശബരിമലയ്ക്കെതിരായിരുന്നു, യുവതി പ്രവേശത്തിന് അനുകൂലമായിരുന്നു. അന്നും എതിർത്ത വളരെ കുറച്ച് നേതാക്കളിൽ ഒരാൾ ശ്രീ കുമ്മനം രാജശേഖരനും ശ്രീ സുരേഷ് ഗോപിയും കോൺഗ്രസിലെ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും CPM-ലെ പത്മകുമാർ സാറും ഒക്കെയാണ്. രണ്ട്, ശബരിമലയുടെ വിഷയം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. ആദ്യം ഇവിടെ പ്രക്ഷോഭം തുടങ്ങുന്ന വിശ്വാസികളാണ്. അതിനുശേഷം മുഖ്യധാരാ പാർട്ടികളായ കോൺഗ്രസും BJP-യും വരുന്നതാണ്. അതുകൊണ്ട് ശബരിമലയുടെ ക്രെഡിറ്റ് പ്രക്ഷോഭത്തിന്റെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കല്ല. ഇനി രണ്ട്, ശ്രീരാമനുമായി ബന്ധപ്പെട്ട് ശ്രീരാമൻ കേരളത്തിൽ വരുന്നതിനെ പരാമർശിച്ചുകൊണ്ട് എഴുത്തച്ഛൻ പമ്പാ സരസ്തടം ലോകമനോഹരം തുടങ്ങിയ പ്രയോഗങ്ങൾ പറയുന്നുണ്ട്. പമ്പയുടെ തീരത്ത് വെച്ചാണ് ശ്രീരാമൻ തന്റെ പിതാവിന് വേണ്ടിയും തന്റെ പൂർവികർക്ക് വേണ്ടിയും തർപ്പണം ചെയ്തത് അടക്കമുള്ള വിശ്വാസങ്ങളുണ്ട്. എന്തിന്? ശബരിമലയുടെ പേര് പോലും ശ്രീരാമനുമായി ബന്ധപ്പെട്ടാണ്. ശബരി എന്ന് പറയുന്ന വനവാസിയായ ആദിവാസിയായ സ്ത്രീ ശ്രീരാമന് പഴങ്ങൾ കടിച്ചിട്ട് കൊടുക്കുകയും അതിനുശേഷം ആ പഴങ്ങൾ അമൃതിന് തുല്യമാണ് എന്നൊക്കെ പറയുകയും ചെയ്തതിനു ശേഷമാണ് മതംഗമല അല്ലെങ്കിൽ മാതംഗമല എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ശബരിമല പിന്നീട് ശബരിയുടെ പേരിൽ ശബരിമലയായി. അതുകൊണ്ട് കേരളവുമായ ഒരു ആത്മബന്ധം ശ്രീരാമൻ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ദക്ഷിണ ഭാരതത്തിലാണ് രാമസേതു. ശ്രീലങ്കയിലേക്ക് കടക്കാൻ ശ്രീരാമനും വാനര സൈന്യവും ഒക്കെ പോയ രാമസേതു. അത്തരം രാഷ്ട്രീയമാകും ഇതൊക്കെ ഒരു വലിയ വിഭാഗം അറിയാവുന്ന ഇല്ലെങ്കിൽ അതൊക്കെ വിശ്വസിച്ചു പോരുന്ന ആളുകളായിരിക്കും. പക്ഷെ അത് മതിയോ ഇവിടെ എന്നാണ്. ഇവിടെ കൃത്യമായി രാഷ്ട്രീയം പറയാതെ വികസനം പറയാതെ എങ്ങനെയാണ് ഇവിടെ? രാഷ്ട്രീയത്തിന് രണ്ട് മാനങ്ങളുണ്ട്. അത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതും സാമൂഹിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതുമാണ്. എക്കണോമിക്സും ഐഡന്റിറ്റിയും ഇത് രണ്ടും വേണമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും തിരുവനന്തപുരത്തെ കുറിച്ച് എടുത്താൽ വ്യക്തിപരമായി രാഷ്ട്രീയ നിരീക്ഷകനും ഒരു സ്റ്റുഡന്റും എന്ന നിലയിൽ ഒരു സംശയവും വേണ്ട. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു വിശ്വപൗരനാണ്. ശശി തരൂരിനെ പോലെ ലോകമറിയുന്ന കേംബ്രിഡ്ജിലൊക്കെ പഠിച്ച വലിയ ആളാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരെ കാട്ടി തിരുവനന്തപുരത്തിന് അനുയോജ്യൻ ശ്രീ കുമ്മനം രാജശേഖരനായിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവസാന 2 മാസങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്ന് കേന്ദ്രമന്ത്രിയായി തലസ്ഥാന മണ്ഡലത്തിലെ കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നിടത്തെ രാഷ്ട്രീയ വിശകലനം അല്ല, കെട്ടിയിറക്കുന്ന വാക്കെന്നൊക്കെ വളരെ പ്രൊവോക്കേറ്റീവ് വാക്കുകളാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഇന്റർവ്യൂ ഫുള്ള് കേട്ടു. എനിക്ക് ഉറപ്പുണ്ട് ശ്രീ കുമ്മനം രാജശേഖരനും ആരെയും ഉദ്ദേശിച്ചല്ല അത് പറയുന്നത്. പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒരു വിശ്വപൗരനാണ്. ശശി തരൂർ സാറിനെ പോലെ ലോകത്തിൽ അറിയപ്പെടുന്നതാണ്. വലിയ ബിസിനസ്സുകാരനാണ്. ശബരിമലയ്ക്കൊക്കെ വേണ്ടി ആദ്യമേ കേസ് കൊടുത്ത് പോരാടാൻ ഇറങ്ങിയ ആളാണ്. പക്ഷേ അദ്ദേഹം തിരുവനന്തപുരത്തുകാരുമായിട്ട് കണക്ട് കുറവാണ്. ലെറ്റ്സ് ബി ഓണസ്റ്റ്. കള്ളം പറയുന്നത് എന്താ? അദ്ദേഹം വരികയാണെങ്കിൽ ഒരു ടെക്കികൾക്കെല്ലാം അറിയാം തിരുവനന്തപുരത്തിന്റെ റൂറൽ ഏരിയാസ്, വില്ലേജ് ഏരിയാസ് അല്ലെങ്കിൽ നമ്മുടെ തുറകളടക്കമുള്ള സ്ഥലങ്ങൾ ഇവർക്കൊന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പരിചയം കാണില്ല. കേന്ദ്രമന്ത്രി എന്നൊരു പ്രൊഫൈലേ ഉള്ളൂ. പക്ഷേ ശ്രീ കുമ്മനം രാജശേഖരൻ അങ്ങനെയല്ല. നിയർലി 1,99,900 വോട്ടുകൾക്ക് ട്രെയിൽ ചെയ്തെങ്കിലും ശ്രീ കുമ്മനം സാധാരണക്കാർക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ അണികൾക്കിടയിൽ ആവേശം ഉണർത്താൻ കഴിയുന്ന ഒരു സിൻസിയർ ആയിട്ടുള്ള വർക്ക് ഉണർത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഒരു സംശയവും വേണ്ട. ശ്രീ കുമ്മനം രാജശേഖരനാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരെ കാട്ടി തിരുവനന്തപുരത്തിന് അനുയോജ്യൻ. ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഇന്ത്യക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാൻ സംശയമില്ല. അതുകൊണ്ട് ആരും കെട്ടിയിറക്കാത്തതോ അല്ല. ശ്രീ കുമ്മനം രാജശേഖരനാണ് തിരുവനന്തപുരത്തിന് കൂടുതൽ അനുയോജ്യൻ. ഞാൻ ശശി തരൂർ സാറിന്റെ ഒരു ഫാനാണ്. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ തിരുവനന്തപുരത്തുകാരെന്ന നിലയിൽ ഞങ്ങൾക്ക് 2 ചോയ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ശ്രീ ശശി തരൂർ, വിശ്വപൗരനായ ശശി തരൂറും സന്യാസിയായ കുമ്മനവും എന്നൊരു ദ്വന്ദ്വത്തിലാണ് കാണാൻ ആഗ്രഹിക്കുക. രാജീവ് ചന്ദ്രശേഖരോട് വ്യക്തിപരമായ കണക്റ്റോ കാര്യങ്ങളോ
ഒന്നും ആൾക്കാർക്കില്ല. രാജീവ് ചന്ദ്രശേഖർ സാറിന് തിരുവനന്തപുരത്തിന്റെ എത്ര സ്ഥലങ്ങൾ പോലും അദ്ദേഹം ഒരു അറിവിന്റെ ഭാഗമായിട്ടുണ്ടാകും, നേരിട്ട് പരിചയം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ അവിടെയാണ് ഒരു ഗ്രൗണ്ടിലുള്ള ആളെ പറഞ്ഞാലേ ആൾക്കാർ കണക്ട് ചെയ്യും. തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് BJP നേതൃത്വമാണ്. അങ്ങനെ ഒരു ആശയക്കുഴപ്പം BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് തലസ്ഥാന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടോ, അത് ഏത് തരത്തിലാണ് ഇനി ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ടുള്ള മറുപ്രതികരണങ്ങൾ വരിക എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. രാഹുൽ, തിരികെ എത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ